രചന, അവതരണം സുഗി സുരേഷ്. ഏട്ടാ, ഞാൻ കുറച്ച് ദിവസങ്ങളായി അമലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ എന്നോട് പോലും സംസാരിക്കുക പോലുമില്ല. എടിയത് ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ എങ്ങനെയാണ്? ഞാനും ഈ പ്രായത്തിലൊന്നും എൻ്റെ അമ്മയോടും അച്ഛനോടൊന്നും സംസാരിക്കാറില്ലായിരുന്നു. ഏട്ടാ, ഇത് അതേപോലെയല്ല. മുൻപ് അവൻ അത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത്. സ്കൂൾ വിട്ടുവരുന്ന സമയത്ത് തന്നെ എന്നെ കണ്ടില്ലെങ്കിൽ അവന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൂലയിൽ പോയി ഒറ്റയ്ക്കിരിക്കും. പഠിക്കുകയാണോ എന്താണെന്ന് പോലും എനിക്കറിയില്ല. നീ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ, നമുക്കത് നോക്കാം. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ടെൻഷനാകരുത്. നമ്മുടെ മോൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് കേട്ട സമയത്ത് തന്നെ അച്ഛനായ അനിലിന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. പക്ഷേ അയാൾ അത് പുറത്ത് കാണിച്ചില്ല. താൻ ടെൻഷനായാൽ തന്റെ ഭാര്യ അതിനേക്കാൾ ടെൻഷനാകും എന്ന് അയാൾക്കറിയാമായിരുന്നു. അയാൾ വളരെ സമാധാനത്തോടെ പറഞ്ഞു, എടി നീ ടെൻഷനാവണ്ട, നമ്മളുടെ മകനല്ലേ, നമുക്കിനി എന്താണെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാവുന്നേ. അവന്റെ പ്രായത്തിലുള്ള എത്രയോ പിള്ളേരാണ് ന്യൂസിൽ ലഹരിക്ക് അടിമകളായി നമ്മൾ കാണുന്നത്. നമ്മുടെ മോനും അതേപോലെ ആവോ ചേട്ടാ? അനിലിനും ശ്രീജയ്ക്കും ഒറ്റ മകനായിരുന്നു അമൽ. പഠിത്തത്തിൽ കുട്ടിക്കാലം മുതലേ വലിയ മിടുക്കനായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു പഴയ ചുറുചുറുക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. പഠിത്തത്തിലും കളിയിലുമെല്ലാം ആകെ ഉഴപ്പ്. അവനിഷ്ടം വീടിന്റെ ഏതെങ്കിലും മൂലയിൽ കയറി അങ്ങനെ ഇരിക്കാനായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ പുറത്തുനിന്നും അമൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. തന്റെ അച്ഛനും അമ്മയും മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി. രാത്രിയിലാണെ അത്രയും സമയം കഴിഞ്ഞിട്ടും ശ്രീജയ്ക്ക് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. എടി നീ ഉറങ്ങില്ലേ? അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു. അനിൽ ശ്രീജയുടെ മുഖത്ത് കൈവച്ചു. എന്തു പറ്റി നിനക്ക്? നീ വെറുതെ ഉറങ്ങാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വല്ല രോഗവും പിടിച്ചു വെക്കണ്ട. ശ്രീജ ഒന്ന് തിരിഞ്ഞിട്ട് അനിലോട് ചോദിച്ചു, നിങ്ങളെന്താ ഇത്രയും നേരമായിട്ട് ഉറങ്ങാത്തെ? അത് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അത് തന്നെ എൻ്റെ പ്രശ്നം. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അനിൽ കിടക്കയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് നടന്നു. ശേഷം അമലിന്റെ റൂമിൽ പോയി വാതിൽ തുറന്നു. ആ ഒരു സമയം അവൻ ഉറങ്ങുകയായിരുന്നു. അയാൾ അവൻ കിടക്കുന്നതിന് തൊട്ടിപ്പുറത്തായി വന്ന് കിടന്നു. മോനെ, ഇത്തിരി നീ കിടക്കടാ. എന്നിട്ട് അയാൾ അമലിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ശ്രീജ പുതപ്പെടുത്തോണ്ട് അമലിന്റെ റൂമിലേക്ക് വന്നു. ശേഷം അമലും അനിലും കിടന്നുറങ്ങുന്നതിന് തൊട്ടിപ്പുറത്തായി അവളും കയറി കിടന്നു. ആഹാ, അച്ഛനും മോനും കൂടെ എന്നെ കൂടാതെ കിടക്കുവാണല്ലേ? എന്നിട്ട് അവളും അവനെ കെട്ടിപ്പിടിച്ചങ്ങനെ കിടന്നു. എടാ അമലെ, നിന്റെ അച്ഛനെ ഞാൻ ഡിവോഴ്സ് ചെയ്യട്ടെടാ. നിന്റെ അച്ഛൻ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഡിവോഴ്സ് ചെയ്ത് പോകാൻ പറയടാ മോനെ. നമുക്ക് വേറെ അമ്മയെ നോക്കാം. നിങ്ങൾ രണ്ടുപേരും എന്താന്ന് വെച്ചാൽ ചെയ്യ്, എന്നെ അങ്ങ് വെറുതെ വിട്ടേരെ. പെട്ടെന്ന് ആ ഒരു നിമിഷം രണ്ടുപേരും സൈലന്റ് ആയിട്ട് അങ്ങനെ കിടന്നു. അമലെ, നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? അനിലിന്റെ ആ ചോദ്യത്തിന് അവൻ ആദ്യം ഒന്നും മിണ്ടാതെ കിടന്നു. വീണ്ടും അയാൾ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു വിഷമവും ഇല്ല, രണ്ടുപേരും എന്നെ ശല്യപ്പെടുത്താതെ അങ്ങ് പോയാൽ മതി. മോനെ, നിന്റെ മുഖം കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുമില്ലെങ്കിലും നിന്റെ അപ്പനും അമ്മയല്ലടാ ഞങ്ങള്. മോനെ, നീ ഏതെങ്കിലും ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകുന്നവരെ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഒന്നുമില്ലെങ്കിലും നീ ഞങ്ങൾക്ക് ഒറ്റ മോനല്ലേ. അപ്പനും അമ്മയ്ക്കും വേറെ ആരാടാ ഉള്ളത്? കുറച്ച് സമയത്തിന് ശേഷം അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അത് കേട്ട സമയത്ത് തന്നെ ശ്രീജ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. എടാ, നീ എന്താ കാര്യം പറ? ശ്രീജ കൂടെ കൂടെ ചോദിച്ചുകൊണ്ടിരുന്നു. അനിൽ ശ്രീജയെ തടഞ്ഞു. എടി, അവൻ കരയട്ടെ, അവന്റെ വിഷമം കരഞ്ഞു തീർക്കട്ടെ. ഓരോ നിമിഷം കഴിയുന്തോറും അവന്റെ ചുണ്ടുകളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരാൻ തുടങ്ങി. അച്ഛാ, അമ്മേ, ഞാനും ക്ലാസ്സിലെ ഒരു പെൺകുട്ടി തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പായി. എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല അമ്മ. എടീന്ന് മറ്റേതാ, തേപ്പ്. അനിൽ ശ്രീജയുടെ ചെവിയിൽ പറഞ്ഞു. അയ്യേ, ഇവനൊരു മണുകുണാഞ്ചനാണല്ലോ ചേട്ടാ. അയ്യോ, ഇതിനായിരുന്നു എൻ്റെ മോനിങ്ങനെ വിഷമിച്ചിരുന്നേ. മോങ്ങാതെ കിടന്ന് ഉറങ്ങടേക്കാ. അഴുക്കച്ചക്കൻ, തന്തയേക്കാൾ മോശം എന്ന് പറഞ്ഞ് ശ്രീജ അവളുടെ മുറിയിലേക്ക് പോയി. എടാ, അവള് പോയാൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ അച്ഛൻ കണ്ടുപിടിച്ചു തരാം. നീ കിടന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞ് അനിലും മുറിയിലേക്ക് പോയി.